ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധിയൊക്കെ വാങ്ങുന്ന അല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധിയിലേക്ക് അപേക്ഷ വയ്ക്കാനൊക്കെ ഇനിയും ആഗ്രഹിക്കുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഈ ഒരു വീഡിയോ കാണുക. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം എന്ന് പറയുന്നത് അത് വലിയ ഒരു സഹായം തന്നെയാണ്. കേരളത്തിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം ലഭിക്കുന്നുണ്ട്. ഏകദേശം ഒരു വർഷം 6000 രൂപ പൂർണ്ണ അളവിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെ. നമുക്കറിയാം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാമമാത്ര കർഷകരായിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യം പൂർണ്ണമായിട്ടും ലഭിക്കുന്നത്. മുൻപ് ഇതിന് മാനദണ്ഡങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ പോലും ഇതിന് ഏറ്റവും കുറഞ്ഞ സ്ഥലത്തിൻ്റെ അളവ് ഒക്കെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുകയ്ക്ക് വേണ്ടി അപേക്ഷ വയ്ക്കുന്ന ആളുകൾ തന്നെ ആദ്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ടോ, നാമമാത്ര കർഷകരായിട്ടുള്ള ആളുകളാണോ എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ ആദ്യം തന്നെ ഒന്ന് സ്വന്തമേ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് അംഗമാകുവാൻ ശ്രമിക്കാവൂ. ഇതുകൂടാതെ തന്നെയാണ് ഇപ്പോൾ തുക വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള പരിശോധന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃഷി ഓഫീസുകൾ മുഖേനയൊക്കെ വരികയാണ്. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പല ജില്ലകളിലും ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ള വരുമാന നികുതി വരെ അടയ്ക്കുന്ന ആളുകൾ ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ കോട്ടയം, വയനാട് ജില്ലകളിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ കർശനമായിട്ടുള്ള നടപടി കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനിയും മറ്റുള്ള ജില്ലകളിലും കൃഷി ഓഫീസർമാരോ അല്ലെങ്കിൽ കൃഷി ഓഫീസ് മുഖേനയോ ഒക്കെ ശക്തമായിട്ടുള്ള നടപടി കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ്. പ്രത്യേകിച്ച് വരുമാന നികുതി അടയ്ക്കുന്ന ആളുകൾ, വലിയ ജീവിത ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ, കൂടാതെ തന്നെ വാഹനങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ആളുകൾ, ഒന്നിൽ കൂടുതൽ ഗവൺമെൻറ് ജോലിക്കാരൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിക്കാരൊക്കെ ഉള്ള ആളുകൾ, കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുവാൻ യാതൊരു തരത്തിലുമുള്ള അവകാശവുമില്ല. ഇത് സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാർക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു നടപടിയാണ്, അല്ലെങ്കിൽ ഒരു ആനുകൂല്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ചില ആളുകൾ ഈ ഒരു തുക കൈപ്പറ്റിയിട്ട് തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചിരുന്നു. ആ നോട്ടീസ് അയച്ചിട്ട് തുക തിരിച്ചടയ്ക്കാത്ത ആളുകൾക്കെതിരെ റവന്യൂ റിക്കവറി പോലെയുള്ള നടപടികളുമായിട്ടും കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദയവായി ആരും അനർഹമായിട്ട് ഈ തുക കൈപ്പറ്റരുത്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഈ തുക വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും അടുത്ത സൂചനകളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള JP നദ്ദ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ഉറപ്പായിട്ടും വീണ്ടും വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു കാര്യം. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും, രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ തുക നിലവിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന വിഹിതം കൂടി ചേർത്തൊക്കെ വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് ഉണ്ടായിട്ടില്ല. കാരണം കേരളത്തിൽ ഇത് പ്രതീക്ഷിക്കുകയും വേണ്ട. കേരളത്തിൽ BJP അല്ല അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു തുകയിൽ ഒരു വർധന ഉണ്ടാവുകയില്ല. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്ന തുക മാത്രമേ വർദ്ധിക്കുകയുള്ളൂ. ഇത് തന്നെയായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. പിടി വീഴുകയാണ്. അനാവശ്യമായിട്ട് അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ